പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മധുബാൽ സാർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എന്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ ഈ ഓർഡറിലാണ് പറയണേ. സുരഭി എന്നെ ആദ്യത്തെ സിനിമയിൽ, ആദ്യത്തെ അല്ല, ABCD അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഒരു ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു. അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എന്റെ സീനിയർ ആർട്ടിസ്റ്റാണ്. ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം തീർത്തത്. അതുപോലെ കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഇതിലിപ്പോ ഒരുമിച്ച് അഭിനയിച്ചു, ഞങ്ങള് ഡോക്ടർ ബിജു സാറിന്റെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിലൊന്നാണ്. എന്നും നമ്മൾ സിനിമകളെ പറ്റിയിട്ടൊക്കെ എന്റെ സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അത് വിളിച്ച് എന്നോട് അഭിപ്രായം പറയുന്ന, വളരെ സത്യസന്ധമായിട്ട് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യേണ്ട കാര്യമില്ലാത്ത ആളുകളാണ്, എന്നോട് സ്നേഹമുള്ള ആളുകളാണ്. അത് കാരണം കൊണ്ട് കൃഷ്ണേട്ടനോടും നന്ദി. കൃതി, ഐ എം talking in Malayalam, but hope you understand, as you understood Surabhi's Malayalam. I'll also try to be expressive like her. സുരഭിയുടെ മലയാളം മാത്രമേ ഇവിടെ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് കൃതി പറയുന്നത്. അത് അത്ര എക്സ്പ്രസീവ് ആയതുകൊണ്ട്. ഓക്കെ, കണ്ട, അവരെ തമ്മിൽ സെറ്റാക്കി. അപ്പോ കൃതി ഈ സിനിമയില് വരുന്ന സമയത്ത് ഇതില് അജയന്റെ പേരായിട്ടാണ് കൃതി ഉള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് കൃതി മലയാളം പഠിച്ച് മലയാളത്തിൽ പറഞ്ഞതെന്ന് കണ്ടില്ലേ? അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഏറ്റവും വലിയ അനുഗ്രഹം.